കർണാടകയിലെ വലിയ പ്രതിസന്ധിക്ക് കാരണക്കാരായിട്ടുള്ള എംഎൽഎമാരെ പൊതുജനം കല്ലെറിയുന്നു. പൊതുജനം എംഎൽഎമാരുടെ വീടുകളിലേക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: ഞങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധികളായതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല. കോൺഗ്രസിന്റെ പ്രതിനിധികളായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചത്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തത്? അവരിൽ നിന്നും കൂറുമാറി ബിജെപിയിൽ നിന്നും പണം വാങ്ങി അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ, നിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ ഞങ്ങൾ വിഡ്ഢികളല്ലേ എന്നാണ് പൊതുജനം എംഎൽഎമാരുടെ വീടിന് മുന്നിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തുറന്നു പറയുന്നുള്ളത്. പൊതുജനം കല്ലെറിയുകയാണ് എംഎൽഎമാർക്കു നേരെ. വിടില്ല ഒരാളെയും. കാരണം ഞങ്ങൾ വിഡ്ഢികളല്ല, ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു വിടുന്നു. ഒടുവിൽ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു, ഞങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ നിന്ദിക്കുന്നു, ഞങ്ങളെ മണ്ടന്മാരാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൊടിയുടെയും ബാനറുകളില്ലാതെ പൊതുജനം പല എംഎൽഎമാരുടെയും വീടുകളിലേക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഗോവയിലും സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നുള്ളത്. അങ്ങനെ പൊതുജനം എംഎൽഎമാരെ വേട്ടയാടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. എംഎൽഎമാരുടെ സ്പീക്കർ തങ്ങളുടെ രാജി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി എംഎൽഎമാർ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് സുപ്രീം കോടതി കർക്കശമായിട്ടുള്ള നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പോലും പൊതുജനം എംഎൽഎമാരെ വേട്ടയാടാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കൃത്യമായി അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പുകളിലൂടെ പ്രചരണങ്ങളടക്കം ഞങ്ങൾ പൊതുജനം ഒരു പാർട്ടിയുടെയും ബാനറിൽ ഇല്ലാതെ നടത്തിയിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് പല എംഎൽഎമാരുടെയും വീടുകൾക്ക് മുന്നിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുള്ളത്. എന്തായാലും ഒരു പണി എംഎൽഎമാർക്ക് കിട്ടിയിരിക്കുന്നു. നാളെ ഇവർ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള വലിയ തിരിച്ചടിയായിരിക്കും ഇവർക്ക് ലഭിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടകയിലെ പല പ്രതിഷേധങ്ങളും, പൊതുജനങ്ങൾ നടത്തുന്ന പല പ്രതിഷേധങ്ങളും വിളിച്ചു പറയുന്നുള്ളത്. DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പൊതുജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം DK ഒരു കോൺഗ്രസ് നേതാവിനപ്പുറത്ത് പൊതുജനങ്ങളുടെ ഒരു വികാരമായിരുന്നു DK ശിവകുമാർ. കാരണം പാർട്ടി ഭേദമന്യേ എല്ലാ കാര്യങ്ങളിലും പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രമുഖ നേതാവും കൂടിയാണ് DK ശിവകുമാർ. ആ DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു അവസരത്തിലേക്ക് എംഎൽഎമാർ കടന്നുപോയതിനെ വലിയ വിമർശനങ്ങളോട് കൂടി വിരൽ ചൂണ്ടിക്കൊണ്ട് പൊതുജനം ചോദ്യം ചെയ്യുകയാണ്. എംഎൽഎമാരെ കല്ലെറിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രതിസന്ധിയിലേക്ക് കർണാടകയിലെ കോൺഗ്രസ് JDS സർക്കാരിനെ തള്ളിവിട്ടവർക്ക് പൊതുജനം മറുപടി നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Watch.